അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അവരോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം അവരുടെ വക്കീലൂടെയുണ്ട്. അപ്പോൾ കേസിൻ്റെ നടത്തിപ്പിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വിഷയം എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഈ കേസിൽ ഞങ്ങൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്, സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ്, ഗവൺമെൻറ് തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ഈ കേസ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. AGക്ക് അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി സർക്കാരിന് ഇതിനകത്ത് ബോധിപ്പിക്കാനുള്ള, ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി കോടതിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തും. ഈ കേസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് കോടതിയിൽ സർക്കാരിൻ്റെ വാദമുഖങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ശ്രമം ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇവരുടെ കേസിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് കോടതിയിൽ നിന്നും ഇവർക്ക് ന്യായമായ ഒരു വിധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായി വിധി ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോടതി വിധി എതിരാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ ഉറപ്പും സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ കുടുംബങ്ങളെ പെരുവഴിയിലാക്കുന്നതിനോട് സർക്കാർ യോജിക്കുന്നില്ല. കോടതി വിധി എതിരായി വന്നാൽ ഈ മുഴുവൻ കുടുംബങ്ങളെയും അവരുമായി സംസാരിച്ചുകൊണ്ട് വളരെ ന്യായമായിട്ടുള്ള രീതിയിലുള്ള ഒരു പുനരധിവാസ പാക്കേജ് സർക്കാർ അവരുമായി ഡിസ്കസ് ചെയ്ത് അത് തീരുമാനിക്കും, അത് നടപ്പാക്കും. ഒരു കാരണവശാലും അവരെ പെരുവഴിയിലാക്കുവാനായിട്ട് സർക്കാർ തയ്യാറാവുകയില്ല. ഇവരോടൊപ്പം എത്രയോ വർഷങ്ങളായി നടക്കുന്നൊരു കേസാണ്. ഇതുവരെ ഒരു ഗവൺമെൻറ്റും ഇതിനകത്ത് ഈ കോടതിയിൽ ഈ കേസിൽ ഒരു കക്ഷി ചേരുവാനോ അല്ലെങ്കിൽ ഇതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കാനുള്ള വാദങ്ങൾ കോടതിയെ ബോധിപ്പിക്കുവാനോ പരിശ്രമിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ കേസിൽ സർക്കാർ ഇടപെടുകയും കോടതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനുമായിട്ടാണ് സർക്കാരിൻ്റെ